എല്ലാം തുറന്ന് ദിലീപിന്റെ കാണുമ്പോൾ പോലും ഞാൻ എന്റെ പിള്ളേർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇതാണ് ക്രൈം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളാണ്, ഇങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് പിള്ളേരും അത് അറിയണം എന്നുള്ളതുകൊണ്ട്. എങ്ങനെയാണ് ബബ്ബ കാണോ? ശരിക്കും ബബ്ബ കാണോന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ദിലീപ് പ്രതിയായതിന്റെ അടിസ്ഥാന രേഖ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്താണ്. എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. പ്രത്യേകം എന്തൊരു പേരാണ് ഇത്! മര്യാദക്ക് ഭയഭക്തി ബഹുമാനം സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഹൈപ്പായിരിക്കും കുറച്ചധികം സോ കോൾഡ് അമ്മച്ചിമാർ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ട് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ബബ്ബ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു പരിപാടി. നാണമില്ലേന്ന് എനിക്ക് ചോദിക്കാറുള്ളൂ. എന്ത് ചോദിച്ചാലും അവൾക്കൊപ്പം വന്നു, എന്തോ കാര്യമൊന്നും അറിയത്തില്ല, അവൾക്കൊപ്പം കോടതി എഴുതി വന്നു, എന്നാലും അവൾക്കൊപ്പം. തെളിവ് വല്ലതും ഉണ്ടോ ദിലീപിന്റെ? തെളിവൊന്നുമില്ല, പക്ഷെ എന്തോ ഞങ്ങൾ അവൾക്കൊപ്പം എന്ത് പറഞ്ഞാലും അവൾക്കൊപ്പം. ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റിട്ട് പറയുന്നത് അവൾക്കൊപ്പം. അങ്ങനെ അവൾക്കൊപ്പം നിൽക്കുന്ന കുറച്ചധികം വ്യക്തികളായിരിക്കും ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ എടുത്തു വെച്ച് വളർക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് നിങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. കുറച്ച് വീഡിയോ ആയിട്ട് ഞാൻ ഹൈപ്പിന്റെ ഒരു അക്ഷരം മിണ്ടുന്നില്ല, അപ്പം നിങ്ങൾ മിണ്ടാതെങ്ങനെ ഇരിക്കുക. അങ്ങനെയല്ല, ഞാൻ മിണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പ് കൃത്യമായിട്ട് നിങ്ങൾ തരുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ആത്മബന്ധത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൂൽപ്പാലത്തിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ചുമ്മാ എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാതെ. പണ്ട് സാറന്മാർ എന്നോട് ഇതേ കാര്യം പറഞ്ഞുകൊണ്ടത്, വീണ്ടും പറയിപ്പിക്കാതെ ചെയ്യുന്നുള്ളത്. അത് തന്നെ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഗുരു പറഞ്ഞത് ശിഷ്യൻ ഗുരുവായിട്ട് നിന്ന് നിങ്ങളോട് ഇപ്പോൾ പറയുക, വ്യക്തമായിട്ട് മര്യാദകൾ ചെയ്തോണം. അപ്പൊ നമുക്ക് അധികം നീട്ടിക്കൊണ്ടു പോകാതെ IFFK വന്നിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഹീറോയിൻസ് ചേച്ചിമാര് ഇല്ലേ, ഒരുപാട് നാടിനും നാട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള, എല്ലാവരെയും ഒരു തുല്യരായിട്ട് കാണുന്ന, സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരുപാടധികം നല്ല നല്ല ജനങ്ങൾ. എനിക്ക് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഈ നാട്ടിൽ ഈ ഇര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? വേറെ ഒരുപാട് ഇരകളും ഉണ്ടായിട്ടുണ്ട്. ആ ഇരകളെ ഒന്നും ഈ ഇരകളായിട്ട് നിൽക്കുന്ന ആരും സപ്പോർട്ട് ചെയ്യുന്നത് ചെന്ന് പിന്താങ്ങുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ ഇരയിലേക്ക് മാത്രം നിങ്ങൾ കേന്ദ്രീകരിക്കാൻ കാര്യം എന്തായിരിക്കും? ഈ ഇരയിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഈ ഇര ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടാണോ നിങ്ങൾ ഈ ഇരയെ പിന്താങ്ങുന്നതെന്ന് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പം എന്ന് പറയുന്നത്? ഇരകൾ ഒരുപാടുണ്ട്, അല്ല ചൂണ്ടയൊക്കെ ഒരുക്കുന്ന ഇരയല്ല, നാട്ടിൽ ഒരുപാടുണ്ട്. ആ ഇരയുടെ കൂടെ നിന്നൊന്ന് പിന്താങ്ങുന്നത് എനിക്കൊന്ന് കാണണം കേട്ടോ. എന്തായാലും ആ സോക്കോൾഡ് ഫെമിനിസ്റ്റ് ചേച്ചിമാരെ നമുക്കൊന്ന് എടുത്തു വെച്ച് ഇതിനകത്തോട്ടൊന്ന് കയറ്റി ഇറക്കാൻ വിടാം, മറ്റേ മിഷനകത്തോടെ കയറ്റി വെളിയിലോട്ട് വിടുന്ന പോലെ. ഓക്കെ, ദിലീപിന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനാണ് എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാടൻ. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ? മോഹൻലാൽ ഇവിടെ പണ്ട് ഞാനൊരു വീഡിയോക്ക് എടുത്തിട്ട് ഇറക്കിയായിരുന്നു. എന്തോ പേര്, ഏതോ ഒരു അറക്കലങ്ങാണ്ട, ശ്രീദേവിയോ ശ്രീവിദ്യയോ എന്തോ ഒരു അറക്കല്. മോഹൻലാലിന് വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ നീ ആ സിനിമ കാണാതിരിക്കുന്നത്. വലിയ നഷ്ടമായിരിക്കും. സിനിമ ചിലപ്പോൾ 100 കോടി എത്താതെ 99.9 വന്ന് ചിലപ്പോൾ നിൽക്കാൻ വളരെയധികം ചാൻസ് കൂടുതൽ. കാരണം എന്താ, നീ സിനിമ കാണുന്നില്ല, നീ ടിക്കറ്റ് എടുക്കുന്നില്ല, അതേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്രയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇരയ്ക്ക് നീതി കിട്ടണം. പക്ഷെ അതിന് ദിലീപ് എന്ന് പറയുന്ന ആളെ ബലികാടാക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ആര് വന്നാലും അതിനോട് യോജിക്കുന്നില്ല, ഒരിക്കലും ആ പടം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളി കാണണ്ട. കാരണം ഇത് വെറും മൈനോറിറ്റി വിഭാഗമാണ്. ഇത്രയും പേര് കണ്ടില്ലെങ്കിൽ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. വെറും മൈനോറിറ്റി വിഭാഗം ഇവര്. ഈ രീതിയിലുള്ള ചിന്തയും ഈ രീതിയിൽ കിടന്ന് പറയുന്നതും ഇതേ ഫെമിനിസ്റ്റ് ചേച്ചിമാരായിട്ട് നിൽക്കുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ, ചുരുക്കം. ഇവരെല്ലാം കൂടെ നമുക്കൊരു മുറിക്കകത്തിൽ അടയ്ക്കാൻ പാകത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതുകൊണ്ട് നീ ഒന്നും കണ്ടില്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല, ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. കാണില്ല സിനിമ എന്ന് പറഞ്ഞൊരു സാധനം കാണില്ല. ദിലീപ് എന്നുള്ള ഡി എന്ന് ABCDക്കകത്ത് D വരെ എടുത്ത് മാറ്റണം നിങ്ങൾ. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിക്ക് ആർക്കാന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി, പുള്ളിക്ക് ABCD അറിയാമെന്തോ, എന്തായാലും കൊടുത്തിട്ട് പറയുമ്പോഴത്തേനും മറ്റേ D എന്ന് പറയുന്ന സംഭവം എടുത്ത് മാറ്റണം. ILIEEP ഇത്രയും സംഭവങ്ങൾ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിന്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞു. കാരണം എന്താ, ദിലീപിന്റെ പേരാണ്. ഈ മറ്റേ പേര് ഗോപാലകൃഷ്ണന്റെ പേര് ഒരുപാടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ നമ്മുടെ പിള്ളേർക്കൊക്കെ പഠിക്കാനായിട്ട് കുറച്ച് ആൽഫബറ്റിക് ഓർഡർ അവിടെ വെച്ചേക്കണേ. എല്ലാം കൂടെ ഒന്ന് വാരിക്കണല്ലേ, മറ്റേ പേര് വേണ്ട, ദിലീപ് മാറ്റിയാൽ മതി. കാരണം അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല. അത് ബോയ്ക്കോട്ട് ചെയ്യുന്നുള്ളൊരു സ്ഥാനമാണ്. ജനപ്രിയ നായകൻ തന്നെ വീട്ടിൽ കൊണ്ടുകൊടുത്തതല്ല, ജനങ്ങളായിട്ട് ഇട്ട് കൊടുത്തൊരു പേരാണ്. ഒരു ജനപ്രിയ ലേബലിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ പോയിരുന്നത് അതിന് കൈയടിക്കാനോ ആ നായകന്റെ എൻട്രിയിൽ ആഹ്ലാദിക്കാനോ സാധിക്കില്ല? സാധിച്ചിരിക്കും. കാരണം കോടതി വിധി വന്ന് അദ്ദേഹം ഇതിനകത്ത് കുറ്റവിമുക്തനായി, തെളിവുകളില്ല. ജനപ്രിയ നായകൻ വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് വിത്ത് മോഹൻലാലും. കൈയടിയുടെ പൂരപ്പറമ്പായിരിക്കും. ഞങ്ങൾ കൂട്ടുകാരെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ പോവാ.
കൊള്ളാമല്ലോ. വേറെ ഒന്നും കണ്ടില്ല, നിന്നെ പോലുള്ള കുറെ എണ്ണത്തിനെ കാരണം. എന്നിട്ട് അതിന്റെ റിവ്യൂ ഇടി ഞാൻ. ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അല്ല ആക്ടറിന്റെ വ്യക്തി ജീവിതത്തിലേക്കിട്ട് നമ്മൾ ഇപ്പം ലാലേട്ടന്റെ ഒരു മൂവി കാണാൻ പോകുന്നു, ലാലേട്ടൻ എന്താണ് വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്നതെന്നല്ലല്ലോ നമ്മൾ തിരയാൻ പോകുന്നത്. കാണണം ആഗ്രഹമുള്ളൊരു തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുറിയിലിട്ട് അടയ്ക്കാനുള്ള കുറച്ച് ആൾക്കാരുള്ളൂ. ഈ കുട്ടിയെ നമുക്ക് മാറ്റാം, ഈ കുട്ടിയെ മാറ്റി അപ്പുറത്തെ മുറിയിലിട്ട് നമ്മളൊക്കെ നിൽക്കുന്നത് ഇവിടെ അങ്ങോട്ട് മാറ്റി നിർത്താം. ഇതിനെ മുറിയിലിടലിട്ട് അത് നശിച്ചു പോകും, ചീത്തയായി പോകും, ചാൻസ് വളരെ കൂടുതലാണ്. പോയി കാണട്ടെ, അതിലൊന്നും പറയുന്നില്ല. എന്തായാലും സത്യം പുറത്തു വരും, എന്നാലും ജസ്റ്റിസ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇനി മുമ്പോട്ട് പോകാൻ പോണത്. ഞാൻ അവൾക്കൊപ്പമാണ്, അൾട്ടിമേറ്റ്ലി എന്റെ മരണം വരെ അവൾക്കൊപ്പമാണ്. എന്റെ പ്രതിഷേധത്തിൽ ആ സിനിമയുടെ ഭാഗമായിട്ടില്ല, അയാൾ അഭിനയിക്കുന്ന സിനിമകളിൽ വിയോജിപ്പ് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നല്ല കാര്യം. നമുക്ക് ആ മുറിയിൽ നിന്നും നാദരയെ എടുത്ത് മാറ്റി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നിർത്താം, കുഴപ്പമില്ല. നാദരയെ മാന്യമായിട്ടുള്ള അഭിപ്രായം. അതിന് മുമ്പ് കാണിച്ച ചേച്ചിയെ പറ്റത്തില്ല. ചേച്ചി എന്ത് വന്നാലും അവൾക്കൊപ്പം, ഉറക്കത്തിലും അവൾക്കൊപ്പം, എഴുന്നേൽക്കുമ്പോഴും അവൾക്കൊപ്പം. എന്നാൽ ഏറ്റവും കൂടുതൽ ഞെട്ടി എഴുന്നേൽക്കുകയും എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ഇരയുടെ പേര് സ്വന്തം പേരിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു ചേച്ചി ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അല്ലാതെ ബന്ധം വേണം. ഇതിനകത്ത് കുറ്റക്കാരും തെളിയാതെ ഓടി വന്നിട്ട് നീയൊക്കെ കാണിക്കുന്ന പോലെ കിടന്നിട്ട് ഈ വിവരം വിദ്യാഭ്യാസം ഉള്ളവർ കിടന്ന് കാണിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ സംഘടനയുള്ള 2 പേര് അതിനകത്ത് നിൽക്കുന്നത്. അപ്പൊ 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, 2 പേരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം. അതൊരു ഒരു കാഷ്വലായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം. പക്ഷെ നമ്മുടെ ചേച്ചിക്ക് ഒന്നും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ചേച്ചിയുടെ ചാനൽ ചർച്ച ചേച്ചി ഇനി പോയി ഇരിക്കരുത്. മറ്റുള്ള വ്യക്തികളെല്ലാം ആധികാരികമായിട്ട് ഇതിന്റെ കാര്യങ്ങളും ഈ കേസും ഇതിന്റെ സംഭവങ്ങളെല്ലാം എടുത്ത് നല്ല വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്നതിൻ്റെ കൂടെ ചേച്ചി പോയിരുന്നിട്ട് മറ്റേ കുടുംബശ്രീ കളിക്കുക. അതും ഇതും തമ്മിൽ ഒറ്റ ബന്ധമില്ല. അവരങ്ങ് ഹൈറ് നിൽക്കുമ്പോൾ ചേച്ചി മറ്റേ ലോക്കലിൽ കിടന്നുകൊണ്ട് എന്തൊക്കെയാ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചി അടിനി ആ പരിപാടിക്ക് നിൽക്കല്ലേ, ചാനലിലൊന്നും പോയില്ല, നാറി തീട്ടം തട്ടിയിരിക്കുക. അതുകൊണ്ടങ്ങ് മാറിപ്പോവാം. മിക്കവാറും ആ ഇരയുടെ പേര് ഇവരുടെ പേരിലേക്ക് ഇവർ കൂട്ടിച്ചേർക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. എനിക്കത് ഇവരാന്ന് തോന്നുന്നു പുഷ് ചെയ്ത് വിടുന്നത്, കുത്തി വിടുന്നത്. ചെയ് എനിക്ക് ഇവരുടെ പരിപാടി സംഭവങ്ങൾ കേട്ടിട്ടെങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. ഇനിയും അദ്ദേഹത്തിന്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്നും അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്നും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും. അപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല. അത്രമാത്രം അപമാനം ആ 2 മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്. മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞില്ല, അതാണ് ചേച്ചി കയറി കൊണ്ടത്. സത്യം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാന്ന്, സത്യമാ ഇവരെ വായി തന്നെ പറയുന്നത്. പക്ഷെ അവർക്ക് അവിടെ അല്ല ട്വിസ്റ്റ് സംഭവിച്ചത്. മഞ്ജു വാര്യരുടെ പേര്, വീണ്ടും ഒരു സ്ത്രീ എന്തിനവളുടെ പേരെടുത്ത് പറഞ്ഞു, അവളുടെ പേരെന്തിനെടുത്ത് പറഞ്ഞു എന്ന് എപ്പോഴാണ് എനിക്ക് കണക്ഷൻ അടിച്ചെന്നറിയോ? ഈ ഇര എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ സോഷ്യൽ മീഡിയയ്ക്ക് അതൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഈ വിധികളൊക്കെ കൊടുത്തതിന് ശേഷം. അതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് മഞ്ജുവിലും ഇതേ പോസ്റ്റ് എനിക്ക് കാണാനായിട്ട് സാധിച്ച്. അതെങ്ങനെയാ ഒരുപാട് കണക്ഷൻ ഇപ്പൊ വരുന്നുണ്ട്. നമ്മളിനി അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിച്ച് പോകുന്നില്ല. അങ്ങ് വിട്ട് കളയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുള്ളൂ. വിട്ട് കളയണം, അല്ലാതെ വീണ്ടും കിടന്നിട്ട് ഇരയ്ക്കൊപ്പ എന്ന ദിലീപിനെതിരെ നാണമില്ലല്ലോ, നാണമില്ല. മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. അവൾ തയ്യാറെടുക്കുകയാണ്, അടുത്ത ഒരടി മുമ്പോട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവൾ. ഇത് അവള് തയ്യാറെടുക്കുന്നതൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഇവര് തന്നെ അവരെ കൊണ്ട് തയ്യാറെടുപ്പിക്കാനായിട്ട് നിൽക്കുക. അത് ഏതെങ്കിലും കഴിഞ്ഞിട്ട് വേറെ പരിപാടി നോക്കി അടുത്ത സിനിമയ്ക്ക് നോക്കി പോകാനുള്ളതിനല്ല, തയ്യാറെടുക്കുക, അടുത്ത തയ്യാറെടുക്കുക. ഇനി തയ്യാറെടുത്ത് വരുമ്പോഴത്തേക്കിന് ഏറെ പ്രതിയാവാതിരുന്നാൽ മതി, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ പ്രതിയുടെ ലിസ്റ്റിനകത്ത് വരാതിരുന്നാൽ മതി. എനിക്ക് ഈ പോക്ക് കണ്ടിട്ട് ഇപ്പൊ അങ്ങനെയാ തോന്നുന്നത്. കാരണം ദിലീപിനെ എത്തിക്കുന്ന ഒരു സാധനവും എവിടെയും കാണുന്നില്ല, ആരും അതിനെ പറ്റി പറയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല, ഒരു തെളിവില്ല, ഒരു സാധനവും ഇല്ല. പുറത്തോട്ട് വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ ഗൂഢാലോചന ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇരയുടെ കൂടെ നിൽക്കുന്ന ഒരു തൊട്ടപ്പുറത്തെ കോർട്ടിന്റെ ചാൻസ് ഉണ്ട്. അവിടെ പോയി അതിനകത്ത് കയറി നിൽക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ സിനിമയെ കുറിച്ച് അത്രയും നന്നായിട്ട് ഡീപ്ലി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ ഒരു മെയിൻ ഫ്രെയിമിൽ കാണുമ്പോൾ നമ്മൾ ദിലീപിനെ മാത്രമേ അതിൽ നോക്കുള്ളൂ. അപ്പോൾ പേഴ്സണലി ആൾക്കാർക്ക് ദിലീപിനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിലീപിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ആ സിനിമ കാണാതിരിക്കുകയായിരിക്കും ചെയ്യുക.
അറിയാലോ. ദിലീപിന് ആക്ച്വലി സിനിമ മാത്രമല്ലല്ലോ ദിലീപിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ദിലീപ് ഒരുപാട് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ ദിലീപിന് ഒരുപാട് വരുമാന മാർഗങ്ങൾ വേറെയുണ്ട്. ഓക്കെ, ലേശം കുശുമ്പുണ്ടെന്ന് തോന്നുന്നില്ല ദിലീപിന്. വേറെ കുറെ ബിസിനസ്സും റിയൽ എസ്റ്റേറ്റ്, ഹോട്ടല്, അങ്ങനെ തുടങ്ങിയ കുറച്ച് ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടെന്ന്. അത് ഇൻകം പല സോഴ്സിലുള്ളത്. അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഉളവാക്കുന്ന സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല. കണ്ണുകടിയെന്ന് മലയാളത്തിന് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അതില്ലല്ലോ. ഓക്കെ, അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതെ. നാളെ മുതൽ ദിലീപിന് നിങ്ങളുടെ പുരയിടത്തിൽ കിളക്കാനായിട്ട് ഇച്ചിരി അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഒരു മമ്മട്ടി മേടിച്ചു വെച്ചാൽ തച്ചുകൂലി 1500 രൂപ വെച്ചിട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കും കേട്ടോ. പുതിയൊരു പണി നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ തരും. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പണി അദ്ദേഹം മര്യാദയ്ക്ക് കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കൂടെ വാരി കയറ്റി വന്ന് ഇങ്ങനെയുള്ള കുറേ ഡയലോഗുകൾ ഇറക്കി കുറേ എണ്ണം ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം കംപ്ലീറ്റ്ലി ദിലീപിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ല. കുറച്ചെണ്ണത്തിന്റെ ഇതുപോലുള്ള സംസാര ശൈലികളും അവരുടെ വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും പല സംഭവങ്ങളും കണ്ട് ഇതുപോലെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കാര്യം പറയാമല്ലോ, ഈ നമുക്ക് ഇഷ്ടമല്ലാത്ത പല സാധനങ്ങൾ വേറൊരു സാധനത്തിന് ഭയങ്കരമായിട്ട് എതിർക്കുമ്പോഴേ നമുക്കതിന് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റേ എതിർക്കിനെ കയറി ചൊറിയും. ഇപ്പൊ ഇവർ പറഞ്ഞല്ലോ ഇഷ്ടമല്ലാത്ത സിനിമ നമ്മൾ കാണത്തില്ല. ഇവർ പറഞ്ഞ അതേ മെന്റാലിറ്റി ഉണ്ടല്ലോ, അതേ മെന്റാലിറ്റി കൂടെ തന്നെ ഞാനും ഇത് പറഞ്ഞിരിക്കുന്നത്. ചേച്ചിക്ക് മാത്രമല്ലല്ലോ മെന്റാലിറ്റി ഉള്ളത്, എല്ലാവർക്കും മെന്റാലിറ്റി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ കുറച്ച് മര്യാദയ്ക്ക് മയത്തിലൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ വിടും. എനിക്കിനകത്ത് തോന്നിയൊരു കാര്യം, അതായത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മാർട്ടിൻ ആന്റണിയുടെ ഒരു വീഡിയോ വന്നല്ലോ. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ കേസിനെ കുറിച്ച് അഡ്വക്കേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദിലീപ് പ്രതിയായതിന്റെ അടിസ്ഥാന രേഖ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്താണ്. സംഭവം നടന്ന് 5 മാസത്തിന് ശേഷം പൾസർ സുനി ഒരു കത്ത് ജയിലധികൃതർ എഴുതിയപ്പോൾ ആ കത്ത് ജയിൽ അധികൃതർക്ക് കൊടുക്കുന്നു. ജയിൽ അധികൃതർ അതുപ്രകാരം ഇയാളെ പ്രതിയാക്കുന്നു. ഇതിന്റെ കഥ എന്താ വെച്ചാൽ ജയിലിൽ 138-ാം വകുപ്പാണ് ചെക്ക് കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വിപിൻ ദാസ് എന്ന പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിയോട് ഈ ജയിൽ അധികൃതർ പറയാണ് പൾസർ സുനിക്ക് ഒരു കത്ത് എഴുതി കൊടുക്കണം എന്ന് പറയുന്നത്. പൾസർ സുനിക്ക് കത്തെഴുതി കൊടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപ്രകാരം വിപിൻ ദാസ് ഒരു കത്തെഴുതി കൊടുക്കുന്നു പൾസർ സുനിക്ക് എന്നാ പറയുന്നത്. ആ കത്ത് ജയിലധികൃതർ കൊണ്ടുപോയി ഇയാളെ പ്രതിയാക്കുന്ന അടിസ്ഥാന രേഖ അതാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ പൾസർ സുനിക്ക് എന്താ എഴുത്തും പോകാൻ അറിയില്ല. ഇനി അതല്ല, ഈ വിപിൻ ദാസോട് പറയണമെങ്കിൽ ജയിലധികൃതർ റെക്കമെൻഡേഷൻ വേണോ? പൾസർ സുനിക്ക് നേരിട്ട് പറഞ്ഞ പോരെ. ഈ ജയിലധികൃതർ അവിടെ വന്നതിന്റെ ആ റെക്കമെൻഡിന്റെ ഉദ്ദേശം എന്താ? പൾസർ സുനി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. പക്ഷേ പൾസർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കത്തെഴുതുന്നേ. ഇനി ഒന്നുകൂടി, പൾസർ സുനി പ്രതികടാണല്ലോ, പ്രതിയായ അയാൾക്ക് അറിയാലോ ഇതൊന്ന് കത്തെഴുതി കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന്. ജയിലിൽ നിന്ന് ഒരു കത്തെഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കത്ത് പുറത്തേക്ക് പോകണമെങ്കിൽ ജയിൽ അധികൃതർ വായിച്ചു നോക്കാണ്ട് പോവില്ല. അത് പൾസർ സുനിക്ക് അറിയാം. അങ്ങനെയുള്ള കത്ത് ഇതിൽ രഹസ്യങ്ങൾ ഒരിക്കൽ പോലും ഒരു പ്രതി എഴുതൂല സാധാരണയായിട്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ പ്രതിക്ക് അറിയാം എന്നെ കൊടുക്കുന്ന കത്താണിതെന്ന് അവർക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ, ദിലീപിനെ പ്രതിയാക്കണം എന്ന ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ പൾസർ സുനി അങ്ങനെ എഴുതുമോ? ദിലീപിന്റെ വാദം എന്ന് വെച്ചാൽ മുമ്പേ തന്നെ അയാളുടെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് ഐജിക്ക്. ആ കത്തിൽ പൾസർ സുനി എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാദമുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഈ ഗൂഢാലോചനയെ പറ്റി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിപ്പോ പറഞ്ഞത് അവിടുന്ന് ഒരു കത്ത് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായുള്ള നിയമവശങ്ങൾ എങ്ങനെയായിരിക്കും? ജയിൽ അധികൃതർ അത് നോക്കിയിട്ട് തന്നെ ആയിരിക്കും അത് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ എഴുതാനിടയുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതെല്ലാം വ്യക്തമാണ്. ഓക്കെ, ഇതെല്ലാം കണ്ട് വ്യക്തമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്നതിന് മുമ്പ് ഇത് വ്യക്തമായി പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതായത് ഗൂഢാലോചന എന്ന് പറയുമല്ലോ, ആ ഗൂഢാലോചനയാണെന്നുള്ളത് ഈ കേസിനകത്തുള്ള 2ാം പ്രതി മാർട്ടിൻ ആന്റണി പറയുന്നുണ്ട്. അകത്ത് കയറുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അതിനകത്ത് ആ ഒരു ഭാഗം, ഈ കത്തിന്റെ ഒരു ഭാഗം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചില്ല. അവർ രണ്ടുപേരും ഇറങ്ങിയിരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത്. ഇത് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ ഏറ്റവും നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ കിട്ടു. ഓക്കെ, ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. സിനിമാ നടൻ ലാലിന്റെ വീട്ടിൽ നിന്നും വണ്ടി എടുത്തുകൊണ്ട് ഈ ഇരയുടെ വീട്ടിലേക്ക് പോകുന്നു. പോയ വഴിക്ക് ഇരയുടെ അമ്മയുടെ നമ്പറാണ് ഈ മാർട്ടിൻ ആന്റണിയുടെ കയ്യിലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ ചെന്ന് ഇരയെ പിക്ക് ചെയ്യുന്ന സമയത്ത് ഇര ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ മേടിച്ച് കുറച്ചധികം കോളുകൾ ചെയ്യുകയും 2 ബാഗുമായിട്ട് വണ്ടിക്കകത്ത് കയറുന്നു. തിരിച്ച് നെടുമ്പാശ്ശേരി എത്തുമ്പം വണ്ടി നിർത്തുന്നു. ഓപ്പോസിറ്റ് ഒതുക്കിയിരിക്കുന്ന 2 വണ്ടിയിൽ ഒരെണ്ണത്തിനകത്ത് ആ ബാഗ് കൊണ്ട് വെക്കുന്നു. അവിടെ നിന്ന് 2 വ്യക്തികൾ വണ്ടിയിലേക്ക് കയറുന്നു. അതിലൊന്ന് ലാലിന്റെ മകനാണെന്നും പറയുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും പോകുമ്പോഴത്തേക്കിന് മാസ്ക് കർച്ചീഫ് കെട്ടിക്കൊണ്ട് ഒരാൾ റോഡിൽ നിൽക്കുന്നു. അയാൾ വണ്ടിയിലേക്ക് കയറുന്നു. അതാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി. അതിനുശേഷം ഇവനെ പുറത്തേക്ക് ഇറക്കുന്നു, വീണ്ടും കാറിലേക്ക് കയറ്റുന്ന സമയത്താണ് ഈ പരിപാടി. കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. അപ്പൊ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു പാലാരിവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം. ഞാൻ വണ്ടി എടുത്തു, നടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു. ഈ സമയത്തൊക്കെ എന്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല. ഞാൻ വണ്ടി എടുത്ത് പാലാരിവട്ടത്ത് പോണതിന്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു.
സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീശിൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ശ്രീകുമാറിൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ അവസാനം കരഞ്ഞവൻ എൻ്റെ കാല് പിടിച്ച് വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണം. പൾസർ സുനിയൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം, എല്ലാത്തിൻ്റെ അവസാനം അവൻ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം, കരഞ്ഞ് എൻ്റെ അടുത്ത് വരും, കാല് പിടിച്ച് ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. നാദൃശ്യനെയും ആ പുണ്യനെയും വിളിക്കുമ്പോൾ ഇതിങ്ങനെ എടുത്തു പറയണ്ടേ. ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത്. ഇവർ ഈ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ? പക്ഷെ സത്യമാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ഗൂഢാലോചന. ഈ കേസിനെ കുറിച്ച് ഒരു വായും തുമ്പും അറിയാത്ത ഒരുപാട് വ്യക്തികൾ വന്നിട്ടും ചാനൽ ചർച്ചയെ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് എന്ത് പറഞ്ഞാലും ഇരയ്ക്കൊപ്പം എന്നൊരു മാത്രം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള, ഈ കേസിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വോയിസ് അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ചാൽ എന്താ? കാരണം ഞാൻ ഒരു തെളിവ് പറയാം. റിപ്പോർട്ടിനകത്ത് ഒരു 3-4 മാസം മുമ്പ് പൾസർ സുനിയുടെ ഒരു വീഡിയോ ഒളിക്യാമറ എന്ന് പറഞ്ഞ് അവരെടുത്ത് വെച്ച് ഉണ്ടാക്കിയിട്ട് അതെടുത്ത് വെച്ച് ചർച്ച ചെയ്തല്ലോ, അതെടുത്ത് വെച്ച് റിലീസ് ചെയ്തല്ലോ. അതിനകത്ത് ദിലീപിനെ പ്രതി ചേർത്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ കേസിലെ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള വ്യക്തിയുടെ ഒരു വോയിസ് ആണിത് അല്ലെങ്കിൽ വീഡിയോ ആണിത്. ഇതെന്തുകൊണ്ട് എടുത്തിട്ട് ചർച്ചയാക്കുന്നില്ല? ഇതെന്തുകൊണ്ട് എടുത്ത് വ്യക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല? അതിനകത്ത് ആ മാഡം ആരാണെന്ന് അന്വേഷിക്കുന്നില്ല? ഈ ഒരു ഫ്ലാറ്റ് മുംബൈയിൽ മഞ്ജു വാര്യർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അതൊക്കെ നോക്കണ്ടേ? അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ പല കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടാൻ ചാൻസ് വളരെ കൂടുതലല്ലേ? എന്തായാലും ഇവരിപ്പോ ക്രിമിനൽസ് അല്ലെങ്കിൽ ഇവര് പ്രതികൾ തന്നെ. എന്നാൽ ഇവർക്ക് പറയാനുള്ള കാര്യത്തിനകത്ത് മറ്റൊരു പ്രതി രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത ഉണ്ടല്ലോ. അത് വ്യക്തമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൂഢാലോചന എവിടെ നടന്നെന്നും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ വ്യക്തി ആരാണെന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരയ്ക്കൊപ്പം നിന്നിട്ട് അവസാനം ഓപ്പോസിറ്റ് വിക്ടം സൈഡിൽ പോയി നിൽക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പം ഇത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയി വരുന്നത്.